ശാന്തി. ദിവസവും നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ കണ്ടെത്തിയേ തീരൂ. മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പണ്ടത്തെ കാലത്തായിരുന്നപ്പോൾ നമ്മൾ രാത്രി മൊബൈൽ ചാർജറിലിടും, അത് കഴിഞ്ഞ ശേഷം പകൽ മൊബൈലും കൊണ്ട് പോകുമായിരുന്നു. ഡേ ബൈ ഡേ മൊബൈലിൻ്റെ യൂസ് കൂടാൻ തുടങ്ങിയപ്പോൾ, മൊബൈലിൽ കോൾ മാത്രമല്ല വീഡിയോസ് ആവാൻ തുടങ്ങിയപ്പോൾ, മൊബൈലിലൂടെ മെയിൽ അയക്കാൻ തുടങ്ങിയപ്പോൾ, കമ്മ്യൂണിക്കേഷൻസിൻ്റെ പല ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മൊബൈലിൻ്റെ ചാർജ് എളുപ്പം പോകുന്നതായി. അപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ തുടങ്ങി? ആ മൊബൈലിൻ്റെ കൂടെ ചാർജറും കൊണ്ട് നടക്കാൻ തുടങ്ങി. ഇപ്പോൾ പലപ്പോഴും ഞാൻ കാണാറുണ്ട്, പല ഓഫീസുകളിലും പോകുമ്പോൾ അവർ വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ ചാർജറുകൾ മൊബൈലും ഞാൻ കാണാറുണ്ട്. എന്നുവെച്ചാൽ അർത്ഥം ചാർജ് പോകുന്ന മൊബൈൽ നമുക്ക് യൂസ്ലെസ് ആവുന്നത് കൊണ്ട് മൊബൈലിൻ്റെ ചാർജ് കുറയാതിരിക്കാൻ വേണ്ടി പലപ്പോഴും വളരെയധികം നമ്മൾ കെയർഫുൾ ആവാറുണ്ട്. പക്ഷേ മൊബൈലിൻ്റെ ചാർജ് കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കും പോലെ നമ്മുടെ ബാറ്ററി, നമ്മുടെ മനസ്സിൻ്റെ ബാറ്ററി അഥവാ നമ്മുടെ ബാറ്ററി ചാർജ് പോവാതിരിക്കാൻ വേണ്ടി നിർബന്ധമായും നമുക്ക് ശ്രദ്ധിച്ചേ പറ്റൂ. ഈ ബാറ്ററിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി, ഈ ബാറ്ററി ഇപ്പോൾ 60% ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക എന്ന് കരുതിയിട്ട് ഈ 60% നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം നമ്മൾ പല ആളുകളുമായിട്ട് പെരുമാറുന്ന സമയത്ത് പല ആളുകളുടെ ബാറ്ററിയും പല രീതിയിലായിരിക്കും. പല ആളുകളുടെ മനസ്സിൻ്റെ ബാറ്ററിയുടെ ചാർജിങ്, അവരുടെ എനർജി ലെവൽ അതെപ്പോഴും പല ലെവലിലാണ് ഉണ്ടായിരിക്കുക. അധികം ആളുകളുടെയും ബാറ്ററി ലെവൽ 50 എബവ് പോവാറില്ല, അതിൻ്റെ താഴത്താണ് ഉണ്ടാവാറ്. അഥവാ അവരുടെ എനർജി ലെവൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയാൽ 50 താഴത്താണ് നമുക്ക് കാണാൻ സാധിക്കുക, മേലെ കാണാറില്ല. നമ്മൾ ഇടപഴകുന്നതായിരിക്കുന്ന 5 പേരുടെ ബാറ്ററിയുമായി എപ്പോഴും നമ്മുടെ ബാറ്ററി കണക്റ്റഡ് ആയിരിക്കും. സപ്പോസ് ഒരാളുടെ ബാറ്ററി 90ഉം നിങ്ങളുടെ ബാറ്ററി 60ഉം ആണെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ ബാറ്ററിയുടെ ചാർജ് കൂടാനാണ് സാധ്യത. അതേസമയം മജോറിറ്റിയും 50 ബിലോ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാറ്ററിയുടെ ചാർജ് കുറയാനാണ് സാധ്യത. അതുകൊണ്ട് നമ്മുടെ ബാറ്ററിയുടെ ചാർജ് കുറയാതിരിക്കാൻ വേണ്ടി ദിവസവും കുറച്ച് സമയം അതിനെ ചാർജ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഓരോ ദിവസം കഴിയുന്തോറും ബാറ്ററിയുടെ ചാർജ് കുറയുന്നതിനനുസരിച്ച് കാര്യങ്ങളോടുള്ളതായിട്ടുള്ള നമ്മുടെ പ്രതികരണം മോശമാവാൻ തുടങ്ങും. നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും വിഷമാവാൻ തുടങ്ങും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതൊക്കെയാണ് നമ്മുടെ ബാറ്ററി വീക്കായി പോയാൽ നമുക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനുള്ള സന്തോഷം ഓരോ ദിവസം കഴിയുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കാനുള്ളതായിട്ടുള്ള സാധ്യതയാണ്. അതുകൊണ്ട് ദിവസവും കുറച്ച് സമയം നമ്മുടെ ബാറ്ററി ചാർജറിലിടുക, അഥവാ മെഡിറ്റേഷൻ എന്നതായിരിക്കുന്ന ചാർജറിൽ കണക്ട് ചെയ്യുക. എങ്ങനെയാണോ നമ്മുടെ ഇലക്ട്രിസിറ്റിയിലെ പവർ ഹൗസുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇലക്ട്രിസിറ്റിക്ക് നമ്മുടെ മൊബൈലിനെ ചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ബാറ്ററിയിലെ എല്ലാ കെമിക്കൽസും ഓർഗനൈസ്ഡ് ആകുമ്പോഴാണ് അത് നമുക്ക് വീണ്ടും ചാർജ് തരാനായിട്ട് തുടങ്ങുന്നത്. അതേപോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഓരോ ദിവസത്തിൽ, ഒരു ദിവസം നോക്കിയാൽ രാവിലെ സമയത്ത് നല്ല മൂഡാണെങ്കിൽ എങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകിക്കൊണ്ടിരിക്കുന്നു അതനുസരിച്ച് അവരുടെ വ്യവഹാരത്തിൻ്റെ ഒക്കെ പ്രഭാവം പതുക്കെ പതുക്കെ നമ്മളുണ്ടാവാൻ തുടങ്ങും. രാവിലെ നമ്മൾ പോകുമ്പോൾ കംഫർട്ടായിട്ട് കാം മൈൻഡായിട്ടാണ് ഓഫീസിൽ പോയതെങ്കിലും ജോലി സ്ഥലത്ത് പോയതെങ്കിലും അവിടെയുള്ളതായിരിക്കുന്ന ഓരോരുത്തരും ഓരോരോ കാരണങ്ങളെടുത്ത് നിങ്ങളെടുത്ത് ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൂഡും ഇറിറ്റേറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും പ്രത്യേക കാരണം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല. പക്ഷേ ഉച്ചയാകുമ്പോഴത്തേക്കും ആകെ ഡിസ്റ്റർബ്ഡായി നിങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരുടെ അടുത്തും ഇറിറ്റേറ്റഡ് ആവാൻ തുടങ്ങും. മീൻസ് സ്വാഭാവികമായിട്ട് ഹെക്റ്റിക് ആയിരിക്കുന്ന ഷെഡ്യൂളിലൂടെ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരുമ്പോഴും അതുപോലെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ഇടപഴകേണ്ടി വരുമ്പോഴും സ്വാഭാവികമാണ് നമ്മുടെ ബാറ്ററി വീക്കാവും, അഥവാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് തോട്ട്സിൻ്റെ എണ്ണം കുറയുകയും വ്യർത്ഥവും നെഗറ്റീവുമായിരിക്കുന്ന തോട്ട്സിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ബാറ്ററീനെ ചാർജ് ചെയ്യാനുള്ളതായിട്ടുള്ള ടെക്നിക്കിൻ്റെ പേരാണ് ട്രാഫിക് കൺട്രോൾ എന്ന്. ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ ദിവസത്തിൽ 7 സമയം, ബ്രഹ്മമുഹൂർത്തത്തിലൊരിക്കൽ, 5:45, 7 മണിക്ക്, 10:30, 12 മണിക്ക്, ഉച്ചതിരിഞ്ഞ് 5:30, 7:30, രാത്രി 9:30, ഇങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ളൊരു ടൈം ഷെഡ്യൂൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആ സമയത്ത് വെറും 3 മിനിറ്റ് സമയം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാറുള്ളൂ. എന്നിരുന്നാൽ പോലും ആ 3 മിനിറ്റ് സമയത്ത് ലോകത്തെ എല്ലാത്തിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആയിക്കൊണ്ട് ആ പരമാത്മ ബാറ്ററി ആയിട്ട് അഥവാ പവർ ഹൗസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ആ 3 മിനിറ്റിൻ്റെ ചാർജിങ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ എല്ലാ എലമെൻസിനെയും കാമാക്കി കൂളാക്കി വീണ്ടും റീചാർജ്ഡ് ആയിക്കൊണ്ട് നമ്മുടെ മൂഡ് ഡിസ്റ്റർബ്ഡ് ആവാതെ മാറാതെ ഒരേ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക്
കഴിയുമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ പഠിച്ചുകൊണ്ട് ഈ ടെക്നിക്ക് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യൂ. അഥവാ ഏത് രീതിയിലാണോ നിങ്ങളുടെ മനസ്സിനെ കാമാക്കാനുള്ളതായിട്ടുള്ളൊരു ടെക്നിക്ക് അത് ദിവസത്തിൽ 4-5 നേരം കഴിയുമെങ്കിൽ 1 മണിക്കൂറിൽ 1 മിനിറ്റ് സമയം നിങ്ങൾ മറ്റെല്ലാത്തിൽ നിന്നും നിങ്ങളെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് ആ പവർ ഹൗസ് ആയിട്ടുള്ള കണക്ഷനിൽ നിങ്ങൾക്ക് വരാൻ കഴിയുമെങ്കിൽ, നിങ്ങളെ റീചാർജ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ 1 മിനിറ്റിൻ്റെതായിട്ടുള്ള പ്രഭാവം ബാക്കി 59 മിനിറ്റും നിങ്ങളുടെ മൂഡിനെ നന്നാക്കി വെക്കാനും നമ്മുടെ സ്റ്റേജ് ഹാപ്പി ആക്കി മാറ്റാനും സാധിക്കും. നമ്മൾ ആരൊക്കെ ഇടപഴകുമ്പോഴും അങ്ങോട്ട് നമുക്ക് എനർജി കൊടുക്കുക എന്നല്ലാതെ അവരുടെ വീക്കായിരിക്കുന്ന ഒരു എനർജിയുടെ പ്രഭാവം കൊണ്ട് നമ്മുടെ ഓറ അത് ഡേർട്ടി ആക്കി മാറ്റാനും അല്ലെങ്കിൽ നമ്മുടെ മൂഡ് മോശമാക്കാൻ, നമ്മുടെ മെൻ്റൽ സ്റ്റേജിനെ ഡിപ്രസ്ഡ് ആക്കി മാറ്റാൻ ഈ അവസ്ഥകൾക്കൊന്നും അവസ്ഥയില്ലാതെ വൈകുന്നേരം വരെ ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് പോരുമ്പോഴും നിങ്ങൾ അതേ കാം ആൻഡ് കൂൾ മൈൻഡോട് കൂടിയിട്ട് അതേ ഫ്രഷ് അവസ്ഥയോട് കൂടിയിട്ട് ഒരു പക്ഷേ ശരീരം ക്ഷീണിക്കുമായിരിക്കാം, എന്നാൽ പോലും മനസ്സ് ക്ഷീണിക്കാതെ ബാറ്ററി ഡിസ്ചാർജഡ് ആവാതെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം എത്രത്തോളം നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കുന്നുണ്ടോ അത്രത്തോളമാണ് ശരീരം ക്ഷീണിക്കാറ്. അതുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ടെൻസ്ഡ് അല്ല, കാമാണ്, കൂളാണ്, പോയതുപോലെ ഫ്രഷാണ്, ചാർജ്ഡ് ആണ് എങ്കിൽ, ഇനി അതുപോലെ തന്നെ പറ്റിയില്ലെങ്കിലും ഓൾമോസ്റ്റ് അതേ ലെവലിൽ നിങ്ങളുടെ ബാറ്ററിയുടെ ചാർജ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വരുമ്പോഴും നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്നതും വിഷമിക്കുന്നതും നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ കുടുംബാന്തരീക്ഷം സുഖത്തിൽ നിന്ന് ടെൻഷനിലേക്ക് മാറുന്നതും ഇല്ലാതാവും. അതുകൊണ്ട് ദിവസവും കുറച്ച് സമയം നമുക്ക് വേണ്ടി നമ്മളെ ചാർജ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ബാറ്ററിയിലെ എല്ലാ എലമെൻസിനെയും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി, നമ്മുടെ മനസ്സിൻ്റെ ചാർജിങ് പൂർണ്ണമാക്കാൻ, ശരീരത്തിൻ്റെ ചുറ്റുമുള്ളതായിരിക്കുന്ന ഓറയെ പവർഫുള്ളാക്കി മാറ്റാൻ വേണ്ടി കുറച്ച് സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും പണ്ടൊക്കെ 50 വയസ്സിലും മേലെ ഷുഗർ വരുമെങ്കിൽ ഇന്ന് 30 വയസ്സിലും മേലെയായി. 30 വയസ്സെന്തിന് പറയുന്നത് 15 വയസ്സിൽ പോലും ഷുഗർ വരുന്നൊരവസ്ഥ, പ്രഷർ വരുന്നൊരവസ്ഥ, ഇങ്ങനെ വളരെ വേഗത്തിൽ ഈ മെഷീനറി കേടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇതിൻ്റെ ബാറ്ററി വീക്കായിക്കൊണ്ട് ഇതിനെ പ്രവർത്തിക്കേണ്ടി വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ദിവസവും ഒരു അരമണിക്കൂർ മിനിമം ടൈം നമ്മുടെ ബാറ്ററി ചാർജാക്കാൻ വേണ്ടി കണ്ടെത്തിയാൽ അഥവാ മെഡിറ്റേഷന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്ററി വീക്കാവില്ല, എന്നാൽ നമ്മുടെ ലൈഫ് എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാര്യങ്ങൾ മാറി മറിയേരിക്കും, സാഹചര്യങ്ങൾ മാറി മറിയേരിക്കും. അത് ഈ ലോകത്തിൻ്റെ സ്വഭാവമാണ്. നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ ഇടപഴകി വന്നേക്കാം, സുഖവും ദുഃഖവും ഇടകലർന്ന് വന്നേക്കാം. പക്ഷേ ഇതിൻ്റെ പ്രഭാവത്തിൽ വന്നുകൊണ്ട് നമ്മുടെ മനസ്ഥിതിയെ മോശമാക്കിക്കൊണ്ട് നമ്മുടെ ബാറ്ററി വീക്കാക്കി പോയാൽ പെട്ടെന്ന് രോഗവും ശോകവും നമ്മുടെ സ്വന്തമായി തീരും. അതുകൊണ്ട് അതിന് രണ്ടിനെയും ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടി ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നമ്മുടെ ബാറ്ററിയെ പവർഫുള്ളാക്കി വെക്കാൻ വേണ്ടി, ചാർജാക്കി വെക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.